ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ഈ ഒരു വോയിസുമായിട്ട് വന്നിരിക്കുന്നത് ഇന്നലെ ഐമൈര് വെല്ലുവിളിച്ച ആ ഒരു ലൈവിൻ്റെ കട്ടിങ് ഞാൻ കേട്ടതുകൊണ്ട് മാത്രമാണ്. ഐമൈരുടെ ഒരു ചെറിയ മറുപടി വോയിസിൽ തന്നെ കൊടുക്കണമെന്ന് ചില ആൾക്കാരെന്നോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ട്. അപ്പം ഐമൈരെ, നീ എന്നിൽ നിന്ന് പൈസ വാങ്ങിച്ചെന്നോ ഞാൻ നിനക്ക് പൈസ തന്നെന്നോ ഞാനെങ്ങും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു കട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ. ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഐഷാത്ത പൈസ തന്നതിൻ്റെ തെളിവുകൾ പബ്ലിക്കിൽ പുറത്തു വന്ന സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നോടും പൈസ ആവശ്യപ്പെട്ടിരുന്നു ഐമൈര് എന്ന് ഞാൻ ഒരു കമൻറ്റ് അവിടെ ഫിജോയുടെ ലൈവിൽ ഇട്ടിരുന്നു. ആ ഒരു കമൻറ്റിനെ പ്രതിനിധീകരിച്ചാണ് പിന്നീട് ഐമൈരും പോൺസ്പായും അവിടെയുള്ള ആൾക്കാരും ഈ ഡെണ്ടുമണി എന്ന് പറയുന്ന കന്നാലി കഴിവറുടെ മോള് സഹിതം എന്നെ അവിടെ ഇട്ട് വേശ്യയും വെടിയാക്കി ചിത്രീകരിച്ച് മാസങ്ങൾ അവരാധിച്ചത്. മനസ്സിലായോ? അങ്ങനെ നിന്നെ സപ്പോർട്ട് ചെയ്ത് അവൻ പറഞ്ഞപ്പം ഞാൻ ഐമൈരിനെയാണ് പറഞ്ഞത് നിനക്കെന്നെ ഇത്ര കൊള്ളാനെന്നുള്ള ചോദ്യം പോൺസ്പായോട് ചോദിച്ചപ്പോഴാണ് പോൺസ്പാ പറഞ്ഞത് അവൾ എൻ്റെ പെണ്ണാണ്, അവൾ എൻ്റെ പെണ്ണാണ്. അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞത് നിൻ്റെ പെണ്ണാവുമ്പോൾ അവൾ എന്നാ നിൻ്റെ കാമുകിയാകുന്നു. മനസ്സിലായോ? സ്റ്റാർട്ടിങ് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ഇതിനൊക്കെ സ്പഷ്ടമായ തെളിവുകളും കൈവച്ചിട്ട് തന്നെയാണ് ആ കുട്ടി ഇതിന് വേണ്ടി ഇറങ്ങിയത്. ഓക്കെ, നീ ഇപ്പം വന്നിരുന്ന നിൻ്റെ കെട്ടിയവനെ കേൾപ്പിക്കാനായിരിക്കും വെളുപ്പിക്കുന്നത്. ചുമ്മാതാണ്. അയാൾക്ക് സ്പഷ്ടമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ആ മോളെ ഓർത്ത്, അയാൾക്ക് ജീവനാണ് ആ മോള്, ആ മോളെ ഓർത്ത് അയാളെല്ലാം ഉള്ളിലൊതുക്കുകയാണ്. പക്ഷേ ആ ഉള്ളിലിരുന്ന് അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ. അത് പക്ഷേങ്കിൽ നിനക്കൊന്നും പറ്റത്തില്ലായിരിക്കും. അയാളുടെ ജീവൻ സ്വയം ഒടുക്കത്തേ ഉള്ളായിരിക്കും. മനസ്സിലായോ? അതിൻ്റെ നഷ്ടം ആ മൂക്ക് മാത്രമായിരിക്കും. ആ മനുഷ്യൻ എന്നോട് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സ്പഷ്ടമായിട്ടറിയാം. ഞാൻ ആ മനുഷ്യനോട് സംസാരിച്ചിട്ടുള്ളതും എന്താണെന്ന് ആ മനുഷ്യനും അറിയാം. മനസ്സിലായോ? എന്ത് സാഹചര്യത്തിലാണ് ഞാൻ അയാളുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തതെന്നും ആ മനുഷ്യനെ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ആ മനുഷ്യനോട് സംസാരിച്ചത്. എൻ്റെ വീട്ടുകാരും ആ മനുഷ്യനോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നീ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു ആ കുട്ടി മിണ്ടരുത്, ഇനി മിണ്ടരുത്, മിണ്ടിപ്പോയാൽ നീ എടുത്തിട്ടങ്ങ് ഉണക്കി വന്നിട്ട് ഓടി കൂറി മോളെ ഇടുന്നു. എൻ്റെ നാക്കെന്നാ നിൻ്റെ കാലിൻ്റെ ഇടയിലാണ് ഓടി? എൻ്റെ നാക്ക് നിൻ്റെ കാലിൻ്റെ ഇടയിലാണ് ഞാൻ കൊണ്ടുവച്ചേക്കുന്നത്. നീ മിണ്ടിപ്പോരുതെന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ അതിന് നിൻ്റെ മറ്റവളുമാരെയൊക്കെ കിട്ടും കേട്ടോ. ആ കുട്ടിയെ കിട്ടത്തില്ല. മനസ്സിലായോ? ആ കുട്ടിയെ അതിന് കിട്ടത്തില്ല. ആ കുട്ടി പറയാനുള്ളത് എവിടെ ആണേലും ആ കുട്ടി പറയും. നീ കൂടുതൽ കുണയ്ക്കാനും ആ കുട്ടി എടുത്ത് വെച്ച് അങ്ങ് ഉടുത്താലും നിൻ്റെ ഉടുപ്പിനൊത്ത് വലിച്ചു മുറുക്കിയാൽ ഇരിക്കത്തില്ല. മനസ്സിലായോ? നീ എന്നെ വിരിച്ച് അങ്ങോട്ട് ഉടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ വലിച്ചു മുറുക്കി ഉടുക്കുന്ന കുത്തുണ്ടല്ലോ അതങ്ങോട്ട് ഇതാകത്തില്ല, അതങ്ങ് പൊട്ടിപ്പോവും, അതങ്ങ് ഉരിഞ്ഞു പോവും. അതാണ് ആ കുട്ടി. ഇനം വേറെയാണ്. നീ തരത്തിന് പോയി കളിക്കും. ഇപ്പം നിനക്ക് കണ്ടൻ്റ് ഒന്നുമില്ല. പക്ഷേങ്കിൽ നീ ആ കുട്ടിയെ എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ദിവസം എല്ലാ ദിവസവും ഒരു CP വിട്ട് നിനക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അണ്ണാക്കി തന്നെ. നീ പറയുന്നത് എന്താ? ആ കുട്ടിയെ നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിക്കും. അതിനു വേണ്ടിയാണടി പൂറി മോളെ ഞാൻ ഈ കൈ മെനക്കെട്ട് എഴുതി കൂട്ടുന്നേ. ഞാൻ എഴുതുന്നതെല്ലാം നീ വായിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. മനസ്സിലായോ? നിന്നെക്കൊണ്ട് പണ്ട് നീയൊക്കെ അങ്ങ് ഊറ്റി കയറി ഇരുന്നപ്പം പുകച്ചി ഞാൻ പുറത്ത് ആടിച്ചപ്പെങ്കിൽ ഇപ്പോഴും ആ കുട്ടിയെ നീയൊന്നും എടുക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങ് കുണയ്ക്കുന്നല്ലോ. ആ കുട്ടിയെ നീയൊക്കെ എടുക്കും, നിന്നെക്കൊണ്ടൊക്കെ അപരാധിപ്പിക്കും. അതിനൊരു സംശയമില്ല. പണി ഞാൻ തന്നുകൊണ്ടേയിരിക്കും. എന്നോട് വേണ്ട നിൻ്റെ കളി. കാരണം നിൻ്റെ അടുത്ത് ഞാനൊന്നിനും വന്നിട്ടില്ല. നീ എൻ്റെ അടുത്താണ് തെണ്ടിക്കൊണ്ട് വന്നത്. മനസ്സിലായോ? നിൻ്റെ തന്ത സമ്പാദിച്ചൊന്നും എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. നിൻ്റെ തന്ത സമ്പാദിച്ചതൊന്നും എൻ്റെ കയ്യിൽ തന്നിട്ടില്ല.
അപ്പം പിന്നെ നീ എന്നോട് വന്ന് തേണ്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല, നിൻ്റെ ഓത്തോളൊന്നും അല്ല ഞാൻ. പിന്നെ എന്തിന് നീ എന്നോട് വന്ന് തെണ്ടി? നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ വന്ന് തെണ്ടി. നിൻ്റെ മോളെ പറഞ്ഞാൽ നീ ഉണ്ടാക്കിപ്പോയി വാങ്ങിക്കണം, അല്ലാതെ നാട്ടുകാരുണ്ടാക്കി തന്നല്ല നിൻ്റെ മോളെ പറഞ്ഞതിന് ഉണ്ടാക്കണ്ടേ. മനസ്സിലായോ? അങ്ങനെ ആ മക്കളോട് സ്നേഹമുള്ള അമ്മമാർ, എടി എൻ്റെ തള്ളയോട് സ്നേഹം ഉണ്ടായിട്ടടി, എൻ്റെ മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടായിട്ടടി പൂറി മോളെ, ഇന്ന് വരെ നീ പറഞ്ഞ നാൾ തൊട്ട് ഇന്ന് വരെ നിന്നെ എടുത്തിട്ട് അലക്കുന്ന ഞാൻ. മനസ്സിലായോ? അത് സമൂഹവും അംഗീകരിച്ച് തന്നിട്ടുണ്ട്. ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? സമൂഹവും അംഗീകരിച്ച് തന്നിട്ടുണ്ട്. നീ പോയി നിൻ്റെ തരത്തി കളിക്ക്. ആ കുട്ടിയുടെ അടുത്ത് വേണ്ട. ആ കുട്ടിയുടെ അടുത്ത്, ആ കുട്ടി ഇവിടെയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നീ വെറുതെ വിചാരിക്കരുത്. ആ കുട്ടി ഇറങ്ങിയാൽ ആ കുട്ടിക്ക് ഈ ചെയ്തതൊന്നും ആയിരിക്കത്തില്ല ആ കുട്ടിയുടെ ചെയ്തുകൾ. ആ കുട്ടിയുടെ ഭാഷ നിനക്ക് മനസ്സിലായല്ലോ. ആ കുട്ടി എത്ര സൈക്കോ ആണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അപ്പം വളരെ ഭീകരമായിരിക്കും നീ എനിക്കെടുത്തിട്ട് അങ്ങോട്ട് കുണയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ. നീ നിൻ്റെ കാര്യം നോക്കി, നിൻ്റെ കെട്ടിയവൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നോക്കി നീ നിൻ്റെ വീട്ടിലിരിക്കുക. മനസ്സിലായോ? നീ എനിക്കെതിരെ നീ പ്രവർത്തിച്ചതിൻ്റെ പ്രതികരണം മാത്രമാണ് അന്നും ഇന്നും ഞാൻ പറയുന്നത്. നീ എനിക്ക് നേരെ പ്രവർത്തിച്ചത്, വെടിയെന്നും വേശിയെന്നും കുവൈറ്റ് വെടിയെന്നും നീ വിളിച്ച് എന്നെ അപമാനിച്ചതിന് വേണ്ടി മാത്രമാണ് നിനക്കിട്ട് ഞാൻ തന്നിരിക്കുന്നത് എല്ലാം, കേട്ടോ? അപ്പം ഇങ്ങോട്ട് എന്നോടുണ്ടാക്കിക്കൊണ്ട് നീ വരരുത്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ശരിക്കും പണി വാങ്ങി. ഇപ്പോഴല്ലെങ്കിൽ സഡൻലി ആയിരിക്കത്തില്ല, സ്ലോലി ആ കുട്ടി പണി തന്നിരിക്കും. 100% നീ ഉറപ്പിച്ചു, ഞാൻ പണി തന്നിരിക്കും.